കാട്ടാക്കടയിലെ ഒരു സ്ഥാപനത്തിൽ നിന്നും നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി. ജില്ലാ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനം പൂട്ടി. കാട്ടാക്കടയിൽ തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധനയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുമാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നിരവധി ചാക്കുകളിലായി 4ഓളം മുറികളിൽ അടുക്കി വെച്ചിരുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടിയത്. 2 മാസം മുൻപ് ഇതേ സ്ഥാപനത്തിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനയിൽ ഫൈൻ നൽകിയിരുന്നു. എന്നാൽ മുന്നിലുള്ള ഒറ്റമുറിക്കട മാത്രമാണ് അന്ന് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. ഇന്ന് സംഘത്തിന്റെ പരിശോധനയിലാണ് മുന്നിലെ കടമുറിയുടെ പിന്നിലെ വാതിലിനുള്ളിലൂടെ അകത്തേക്കുള്ള മറ്റു മുറികളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടെത്തിയത്. രാത്രികാലങ്ങളിലാണ് ഇവിടെ നിന്നും മറ്റു സ്ഥാപനങ്ങളിലേക്ക് കവറുകൾ കയറ്റി പോകുന്നതെന്നും ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും അധികൃതർക്ക് ലഭിച്ചതായാണ് പറയുന്നത്. നിലവിൽ സ്ഥാപനം സീൽ ചെയ്തു പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കൂടുതൽ പരിശോധനാ സംഘം സ്ഥാപനത്തിലെത്തി നിലവിൽ പിടികൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാര പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമാകും പിഴയും മറ്റു നടപടികളെക്കുറിച്ചും തീരുമാനിക്കുക എന്ന് സ്ക്വാഡ് ലീഡർ രാജേഷ് GK പറഞ്ഞു. നെടുമങ്ങാട് ബ്ലോക്ക് EO അനിൽകുമാർ, ശുചിത്വ മിഷൻ RP ഗീത S, പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ പഞ്ചായത്ത് സെക്രട്ടറി മനോജ്, ക്ലർക്ക് അനൂപ്, FTS മാരായ മണിക്കുട്ടൻ, യോനോ ഹെൽത്ത് ഇൻസ്പെക്ടർ സേവിയർ തുടങ്ങിയവരും കാട്ടാക്കട പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു. കൂടാതെ ഒരു നഗരം വെള്ളപ്പൊക്കത്തിൽ മുങ്ങുമ്പോഴെല്ലാം പ്രധാന കാരണം അഴുക്കുചാലുകൾ പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നതാണ്. കുറഞ്ഞ പുനരുപയോഗ മൂല്യമുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ റോഡരികിലോ മാലിന്യ കൂമ്പാരങ്ങളിലോ അവസാനിക്കുന്നു. ഇത് അപ്രതീക്ഷിത മഴയിൽ വെള്ളം കെട്ടിനിൽക്കാൻ കാരണമാകുന്നു. പ്ലാസ്റ്റിക്കിന്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. ഇതെല്ലാം ചേർന്ന് പ്ലാസ്റ്റിക് നിരോധനം സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് ഫലപ്രദമായി നിരോധിക്കാൻ കഴിയുമോ? ഇന്ത്യയിൽ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഫലപ്രാപ്തിയും നടപ്പാക്കലിലെ പ്രായോഗിക തടസ്സങ്ങളും കാണാൻ ചിക്കമംഗ്ലൂർ, മാംഗ്ലൂർ നഗരങ്ങളുടെ ഉദാഹരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫലപ്രാപ്തിയെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിലും ചിക്കമംഗ്ലൂരുവിൽ നിരോധനം തുടർന്നെങ്കിലും 1 വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ വഴിതെറ്റിയ മംഗ്ലൂരുവിന്റെ കാര്യത്തിലും അങ്ങനെയല്ല. നിരോധനം നടപ്പിലാക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ചും ഈ 2 ഉദാഹരണങ്ങൾ ഉൾക്കാഴ്ച നൽകുന്നു. എന്നാൽ 120 മൈക്രോണിൽ താഴെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ, കപ്പുകൾ, പ്ലേറ്റുകൾ, സ്ട്രോകൾ, പ്ലാസ്റ്റിക് പതാകകൾ, മിഠായി, ഐസ്ക്രീം സ്റ്റിക്കുകൾ, 100 മൈക്രോണിൽ താഴെയുള്ള PVC ബാനറുകൾ എന്നിവ ഇന്ത്യയിലും കേരളത്തിലും നിരോധിച്ചിരുന്നു. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനമനുസരിച്ച് 2022 ജൂലൈ 1 മുതൽ ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിരോധനമുണ്ടായത്. നിരോധനം ലംഘിച്ചാൽ വൻതുക പിഴയും നിയമ നടപടിയും ഉണ്ടാകുന്നതാണ്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചിട്ടുണ്ട്. തുണിസഞ്ചി, പേപ്പർ ബാഗുകൾ, ചണസഞ്ചി, പാളപാത്രങ്ങൾ തുടങ്ങിയവ പ്ലാസ്റ്റിക്കിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.